തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാതി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിലും ആവർത്തിച്ച് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്നാൽ സർക്കാർ സംവിധാനത്തിൽ സാധാരണ ഉണ്ടാകാറുള്ള കാലതാമസം മാത്രമെന്നായിരുന്നു വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികളുടെ മൊഴി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകൾ പരിശോധിച്ച ശേഷം സമിതി വീണ്ടും തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്ത്, എന്തായാലും ആ ശക്തമായ നിലപാടുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഈ സമിതിക്ക് മുന്നിൽ, അന്വേഷണ സമിതിക്ക് മുന്നിൽ ആ പറഞ്ഞ കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടക്കാത്തത് ഉപകരണങ്ങളുടെ അഭാവം മൂലമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ മറ്റ് വകുപ്പ് മേധാവികൾ അത് സർക്കാർ തലത്തിലെ ആ കാലതാമസം, ആ ഡിലേ ആണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിൻ്റെ ആ ആർജവം മറ്റ് വകുപ്പ് മേധാവികൾക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനി നമ്പ്യാർ, തീർച്ചയായും ഈ വിഷയങ്ങൾ, അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് തുടർന്ന് കാണിക്കാൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കാണിച്ച ധൈര്യം, ആ ധൈര്യം മറ്റുള്ളവർക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലൊരു സംഘം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെത്തുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെ മേധാവിമാരുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തി. ഈ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ ഹാരിസ് അദ്ദേഹം നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചതുമായിട്ടുള്ള മൊഴികളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏതൊക്കെയാണോ പറഞ്ഞത്, സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലും പറഞ്ഞത്. അതായത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ അതിൻ്റെ ദൗർലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നേരത്തെ പറഞ്ഞ ആ നിലപാട് തന്നെ ഉറച്ചു നിന്നു. അതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിനൊരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റ് വിഭാഗങ്ങളിലെ മേധാവിമാരുടെ മൊഴിയെടുത്തു. ആ മൊഴിയെടുക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ, ഹാരിസ് കൊടുത്ത മൊഴിക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള മൊഴികളാണ് ഇവരുടെ ഭാഗത്തുണ്ടായത്. തികച്ചും ഒറ്റപ്പെടുത്തുന്നൊരു സമീപനം, അതായത് ഡോക്ടർ ഹാരിസിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് മറ്റ് വകുപ്പ് മേധാവികളെ അടക്കമെടുത്തത്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, അതോടൊപ്പം സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അതായത് ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതും അല്ലെങ്കിൽ അതിൻ്റെ ദൗർലഭ്യത വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അത് എന്നത് അപ്പുറത്തേക്ക് ഇതിനെ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ സംബന്ധിച്ച് അത്ര വലിയ രീതിയിലൊരു ഗൗരവത്തോടെ അല്ലെങ്കിൽ ഒരു വിഷയമാക്കി എടുക്കേണ്ട സാഹചര്യമില്ല. അതിനെ സർക്കാർ തലത്തിൽ ഈ ഉപകരണങ്ങളില്ലാതെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉപകരണങ്ങൾ എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടത്താറുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തികച്ചും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് മറ്റ് ഡോക്ടർമാർ, അതായത് വിവിധ വിഭാഗങ്ങളിലെ മേധാവികളടക്കം പറഞ്ഞത്. അതോടൊപ്പം തന്നെ സൂപ്രണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. എന്തായാലും ഈ കൂടുതൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പരാതി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിലും ആവർത്തിച്ച് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഡോക്ടർ ഹാരിസിൻ്റെ ശക്തമായ നിലപാടിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.